2100 അപേക്ഷകൾ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ 1830 പാസ്സാക്കിയിട്ടുണ്ട്. അതില് നടപടി എടുക്കേണ്ടത് കേരള സർക്കാരാണ്. സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ ട്രഷറിയിൽ പണമില്ലാത്തതാണ് വൈകുന്നതാണ് നമുക്ക് കിട്ടിയ വിവരം. ഇതൊക്കെ രാഷ്ട്രീയമായിട്ട് മുതലെടുക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാരെ കൊണ്ടുവന്ന് നിർത്തി ചെയ്യുന്ന പ്രചരണ വേലകളാണ് ഇതൊക്കെ. ഞാനൊരു പാവപ്പെട്ട സ്ത്രീയാണ്. അതുപോലെ തന്നെ മറ്റുള്ള പാവപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഈ പൈസ ഒന്നും ഇവിടെ ഒരിക്കലും തടഞ്ഞു വെച്ചിട്ടില്ല. സംസ്ഥാന സർക്കാരിന്റെ ഈ സ്ത്രീ സുരക്ഷാ പെൻഷൻ 1000 രൂപ വെച്ച് സാധാരണക്കാരായ സ്ത്രീകൾക്ക് കിട്ടിയ വലിയൊരു കാര്യമാണല്ലോ. അപ്പൊ അക്കാര്യത്തില് പെരിന്തൽമണ്ണ നഗരസഭയിൽ ഗുണഭോക്താക്കൾക്ക് ഈ പണം കിട്ടുന്ന കാര്യത്തില് കാലതാമസം വരുന്നു എന്ന് പറഞ്ഞ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ ഉണ്ടായി. അപ്പൊ ആ പ്രതിഷേധത്തിനൊടുവിൽ അവര് ഗുണഭോക്താക്കളടക്കം സെക്രട്ടറിയെ കാണാൻ വന്നു. പിന്നെ അതുപോലെ ഭരിക്കുന്നവര് ഭരണപക്ഷത്തുള്ള ആളുകളോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങളുടെ ഭാഗത്തുനിന്ന് എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചിട്ടുണ്ട്, ഇനി സർക്കാരാണ് ഫണ്ട് കൊടുക്കേണ്ടത് ഗുണഭോക്താക്കൾക്ക്. പ്രതിപക്ഷം പറഞ്ഞു ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് കുറ്റം പറയാനൊന്നുമില്ല, അപ്പൊ ഇക്കാര്യത്തിലൊക്കെ എത്രയും പെട്ടെന്ന് നടപടി ഉണ്ടാകണം എന്നാണ് അവർ പറയുന്നത്. നമുക്ക് ഏതായാലും സെക്രട്ടറിയോട് ഒന്ന് ചോദിക്കാം. പെരിന്തൽമണ്ണ നഗരസഭാ സെക്രട്ടറി ലാൽകുമാറിനോട് ചോദിക്കാം, ഈ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത്, എത്രയും പെട്ടെന്ന് ഗുണഭോക്താക്കൾക്ക് പണം ലഭിക്കുമോ എന്ന കാര്യത്തിലും ഒരു വ്യക്തതയ്ക്ക് നഗരസഭാ സെക്രട്ടറിയോട് തന്നെ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം. പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയിൽ സ്ത്രീ സുരക്ഷാ പെൻഷന് വേണ്ടി 2172 ആപ്ലിക്കേഷനാണ് വന്നത്. അതിൽ 342 എണ്ണം ഇവരുടെ ഡേറ്റ് ഓഫ് ബർത്തും കാര്യങ്ങളും കൊണ്ട് റിട്ടേൺ ചെയ്തിട്ടുള്ളതും 1830 എണ്ണം വെരിഫൈ ചെയ്ത് കറക്റ്റ് ആക്കിയിട്ടുള്ളതാണ്. ആ വെരിഫൈ ചെയ്ത് വന്ന കാര്യങ്ങൾ കൗൺസിൽ വെച്ച് അംഗീകാരം നേടി നമ്മൾ 13 തീയതി ഫെബ്രുവരി 13 ഡിജിറ്റൽ സിഗ്നേച്ചറും ഇത് അപ്രൂവ് ചെയ്യാനുള്ള സൈറ്റ് മുനിസിപ്പാലിറ്റിക്ക് ഓപ്പൺ ചെയ്തു തന്നത്. 14 15 അവധിയായിരുന്നു. നമ്മൾ 17 തീയതിക്കുള്ളിൽ തന്നെ 1830 എണ്ണവും അപ്രൂവ് ചെയ്യുകയും 1830 എണ്ണം ഡിജിറ്റൽ സൈൻ ചെയ്ത് നമ്മൾ സെൻഡ് ചെയ്തിട്ടുള്ളതാണ്. അത് ഒരുമിച്ചല്ല സെൻഡ് ചെയ്യുന്നത്, ഒരു പേജിൽ മാക്സിമം 10 എണ്ണമാണ്. 10 എണ്ണം വെച്ച് വെരിഫൈ ചെയ്ത് മാത്രമേ നമുക്ക് അപ്രൂവ് ചെയ്യാനും ഡിജിറ്റൽ സിഗ്നേച്ചർ ചെയ്യാനും കഴിയുള്ളൂ. ഇത് രണ്ട് രീതിയാണ്. ഓരോ ഡിജിറ്റൽ സിഗ്നേച്ചർ ചെയ്യുമ്പോഴും ഇതിന്റെ പാസ്വേഡ് എല്ലാം കൊടുത്ത് വേണം ചെയ്യാൻ. നല്ല സമയം എടുക്കുന്നതാണ്. എങ്കിൽ പോലും 17 തീയതി വൈകിട്ടുള്ളിൽ തന്നെ നമ്മൾ എല്ലാ ഇവിടെ ലഭിച്ചിട്ടുള്ള എല്ലാ വെരിഫൈ ചെയ്യുന്ന എല്ലാ അപേക്ഷകളും നമ്മൾ വെരിഫൈ ചെയ്ത് അപ്രൂവ് ചെയ്ത് ഡിജിറ്റൽ സിഗ്നേച്ചർ ചെയ്ത് നമ്മൾ DP സെല്ലിലേക്ക് അയച്ചു കൊടുത്തിട്ടുള്ളതാണ്. ഗവൺമെന്റിലേക്ക് ഈ സൈറ്റ് വഴി തന്നെ അയച്ചിട്ടുള്ളതാണ്. ഇനി പേയ്മെന്റ് അവിടെ നിന്നാണ് പേയ്മെന്റ് വരേണ്ടത്. മുനിസിപ്പാലിറ്റി അല്ല പേയ്മെന്റ് കൊടുക്കുന്നത്. മാത്രമല്ല പേയ്മെന്റ് വന്നോ ഇല്ലയോ എന്ന് നമുക്ക് ഇവിടെ നോക്കിയാൽ അറിയുകയുമില്ല. നമുക്ക് ആദ്യഘട്ടത്തിൽ പഞ്ചായത്തുകൾക്കാണ് ഇത് പേയ്മെന്റ് കൊടുത്തിരിക്കുന്നത്. അവർക്കാണ് ആദ്യം ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുള്ളതും. ആദ്യഘട്ടത്തിൽ പഞ്ചായത്തുകൾക്ക് ഫണ്ട് കുറച്ച് ലഭ്യമായിട്ടുള്ളതുമാണ്. പക്ഷെ മുനിസിപ്പാലിറ്റികൾക്കൊന്നും ഇതുവരെ ഫണ്ട് ലഭ്യമായി തുടങ്ങിയിട്ടില്ല. മുനിസിപ്പാലിറ്റിയിൽ നിന്ന് അപ്രൂവ് ചെയ്ത അപേക്ഷകൾക്കൊക്കെ അപ്പൊ കുറേശ്ശെ ഇന്നലെ തൊട്ട് ആയി വരുന്നു എന്നാണ് ഞങ്ങൾ 1-2 അടുത്ത് തിരക്കിയപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. മലപ്പുറം മുനിസിപ്പാലിറ്റിയിൽ കുറച്ച് വന്നതായിട്ട് ഇന്ന് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. സ്ത്രീ സുരക്ഷാ പെൻഷന്റെ കാര്യത്തിൽ ഭരണപക്ഷത്തിന്റെ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പ്രതിപക്ഷത്തിന്റെ വലിയ പ്രതിഷേധവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ സെക്രട്ടറിയുടെ അടുത്ത് ഗുണഭോക്താക്കളടക്കം വന്നിരുന്നു. അപ്പോൾ ചെയർപേഴ്സൺ സുരയ്യ ഫാറൂഖ് ഈ സ്ത്രീ സുരക്ഷാ പെൻഷൻ കിട്ടുന്ന കാര്യത്തിൽ ഇനിയും വൈകുമോ എന്നൊരു ആശങ്ക അവർക്കുണ്ടല്ലോ. ഇല്ല, അത് 17 തീയതി ഒക്കെ പാസ്സാക്കിയിട്ടുണ്ട്. 2100 അപേക്ഷകൾ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ 1830 പാസ്സാക്കിയിട്ടുണ്ട്. അതില് നടപടി എടുക്കേണ്ടത് കേരള സർക്കാരാണ്. അതിന്റെ വിഹിതം വരേണ്ടത് കേരള സർക്കാർ അയച്ചെങ്കിലല്ലോ നമുക്ക് ഇവിടെ കൊടുക്കാൻ പറ്റുള്ളൂ. ചെയർപേഴ്സൺ പറഞ്ഞത് കേരള സർക്കാർ പ്രഖ്യാപിച്ച ഒരു പദ്ധതിക്ക് കേരള സർക്കാരാണ് ഫണ്ട് തരേണ്ടത്. അപ്പോൾ അത് ഫണ്ട് വന്നിട്ടില്ലാത്തതുകൊണ്ടാണ് ഈ സ്ത്രീ സുരക്ഷാ പെൻഷന്റെ കാര്യത്തിൽ ഡിലേ ആവുന്നത് പറഞ്ഞു. താങ്കൾക്ക് എന്താ അതിനെ കുറിച്ച് പറയാം? അല്ല, ഇതിൽ എന്താ വെച്ചാൽ 2100 അപേക്ഷ കിട്ടിയപ്പോൾ അതിൽ നിന്നും തിരഞ്ഞെടുത്ത 1830 അപേക്ഷകൾ അംഗീകരിച്ചുകൊണ്ട് നമ്മൾ കമ്പ്യൂട്ടറിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആ അപ്ലോഡ് ചെയ്ത മുറയ്ക്ക് ഇനി അവിടുന്ന് സംസ്ഥാന ഗവൺമെന്റ് പാസ്സാക്കി അവർക്ക് പണം നൽകാണ് വേണ്ടത്. അതിപ്പോൾ ചില പഞ്ചായത്തിൽ കിട്ടിയിട്ടുണ്ട്, ചില മുനിസിപ്പാലിറ്റികൾക്ക് വന്നിട്ടില്ല. പണമില്ലാത്ത സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ ട്രഷറിയിൽ പണമില്ലാത്തതാണ് വൈകുന്നതാണ് നമുക്ക് കിട്ടിയ വിവരം. ഇതൊക്കെ രാഷ്ട്രീയമായിട്ട് മുതലെടുക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാരെ കൊണ്ടുവന്ന് നിർത്തി ചെയ്യുന്ന പ്രചരണ വേലകളാണ് ഇതൊക്കെ നമുക്കും അറിയാം.
അതായത് അതിൽ അപേക്ഷിച്ച ആളുകൾ അവരുടെ ആധാർ കാർഡിന്റെ നമ്പർ അടിച്ചു നോക്കുക, സ്ത്രീ സുരക്ഷ എന്നുള്ള ഇതിൽ പോയി അടിച്ചു നോക്കിയാൽ അവരുടെ പേരുണ്ടോ എന്നുള്ളത് കൃത്യമായി കാണാൻ കഴിയും. ആ പേരുണ്ടെങ്കിൽ അവർ അപേക്ഷ സബ്മിറ്റ് ചെയ്ത് ഗവൺമെന്റിന് സമർപ്പിച്ചു എന്നാണ് അതിന്റെ അർത്ഥം. അതുണ്ടെങ്കിൽ അത് നോക്കുന്നതിന് പകരം ഇവിടെ വന്നിട്ട് അഭ്യാസം കാണിക്കുന്നത് രാഷ്ട്രീയ പാപ്പരത്വത്തിന്റെ ഭാഗമാണ്, ഇലക്ഷൻ കാലമാണ്, ഒരുപാട് നാടകങ്ങൾ നമ്മൾ ഇനി കാണേണ്ടി വരും. ഞങ്ങളതിനെ വളരെ ഒരു കോമഡി ആയിട്ട് മാത്രമേ ഞങ്ങൾ അതിനെ കണ്ടിട്ടുള്ളൂ. ഗൗരവമായ ഒരു വിഷയമായിട്ട് ഞങ്ങൾ കാണുന്നത്. തോട്ടശ്ശേരി ഇപ്പൊ ഈ സ്ത്രീ സുരക്ഷയുമായി ബന്ധപ്പെട്ട്, കാരണം നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ വോട്ട് നൽകിയത് സ്ത്രീകളായിരിക്കുമല്ലോ ആ വാർഡില്. അപ്പൊ സ്ത്രീ സുരക്ഷയ്ക്ക് വേണ്ടി സർക്കാർ പ്രഖ്യാപിച്ച ഒരു പദ്ധതിയാണ് ഈ പെൻഷൻ. 1000 രൂപ എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് വലിയൊരു തുക തന്നെയാണ്. അപ്പൊ ഇത് വൈകി എന്നാണല്ലോ പറയുന്നത്. പ്രതിപക്ഷം അതിനെതിരെ പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. ഒരിക്കലും അത് വൈകിട്ടില്ല. ഇത് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഈ സൈറ്റ് ഓപ്പൺ ആയിട്ടുള്ളത്. ആ സൈറ്റ് ഓപ്പൺ ആയ ഉടനെ തന്നെ ഞാൻ സെക്രട്ടറിയെ കണ്ട് സെക്രട്ടറിയോട് ഡിജിറ്റൽ സൈൻ ചെയ്യാൻ പറഞ്ഞ സാർ അതപ്പം തന്നെ ഇരുന്ന് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. ഇവര് വെറും രാഷ്ട്രീയ മുതലെടുപ്പാണ് ഈ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാനൊരു പാവപ്പെട്ട സ്ത്രീയാണ്. അതുപോലെ തന്നെ മറ്റുള്ള പാവപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഈ പൈസയൊന്നും ഇവിടെ ഒരിക്കലും തടഞ്ഞു വെച്ചിട്ടില്ല. അത് ആ പാസ്സായ ഉടനെ തന്നെ അത് അപ്പക്കപ്പ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ട എല്ലാ ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട്. അതിലൊരു അനാസി ഇവിടെ വരുത്തിയിട്ടില്ല. ഇതിപ്പോ പ്രതിപക്ഷം വെറും ഒരു രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇവിടെ. എന്തായാലും അവർക്ക് അക്കൗണ്ടിൽ ക്യാഷ് വന്നിട്ടുണ്ടാവും. ഈ ഡിജിറ്റൽ സൈൻ ചെയ്തതിന്റെ ശേഷം ഇപ്പൊ അക്കൗണ്ടിൽ കാശ് വന്നിട്ടുണ്ടാവും. ഇനി പിന്നെ മുനിസിപ്പാലിറ്റി എല്ലാ പൈസ അവർക്ക് അക്കൗണ്ടിൽ ഇട്ട് കൊടുക്കേണ്ടത് സംസ്ഥാന ഗവൺമെന്റ് ആണ്. അത് ഉടനെ തന്നെ അവർക്ക് ഇപ്പൊ ഈ പറഞ്ഞ ഈ ആൾക്കാരുടെ ഈ വാർഡുകൾ തന്നെ ഇപ്പൊ ഈ സംഭവം എത്തിയിട്ടുണ്ടാവും. അതാണ് ഇപ്പൊ സംഭവിച്ച് വെറുതെ ഓരോരോ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ ഇപ്പൊ ഇതിലൊന്നും ഒരു കാര്യമായ ഒരു സംഭവമല്ല. അത് ജനങ്ങൾ മനസ്സിലാക്കണം. എല്ലാവരുടെ അക്കൗണ്ടിൽ ക്യാഷ് എത്തും ഞങ്ങൾക്ക് ഉറപ്പ് പറയാൻ പറ്റും. എത്ര ആൾക്കാർക്കാണ് പാസ്സായിട്ടുള്ളത് ചെയ്യുക, അത്ര ആൾക്കാരുടെ അക്കൗണ്ടിൽ 1000 രൂപ വെച്ച് കയറിയിട്ടുണ്ടാവും. ഞാനൊരു പാവപ്പെട്ട സ്ത്രീ ആയതുകൊണ്ടാണ് ഈ പറയുന്നത്. ആ പാവപ്പെട്ട സ്ത്രീകൾക്ക് ക്യാഷ് എത്തും. യാതൊരു തർക്കവും അതിലില്ല. ആരും ഇവരുടെ ഈ കോമഡി കണ്ട് ആരും വിഷമിക്കണ്ട. എല്ലാവർക്കും ക്യാഷ് എത്തും എന്നുള്ള കാര്യം ഉറപ്പ് തരികയാണ്. ഏതായാലും ഖദീജ തോട്ടശ്ശേരിയും ഉറപ്പോട് കൂടി പറയുന്നുണ്ട് എല്ലാവരുടെയും അക്കൗണ്ടിൽ പണമെത്തും. അക്കാര്യത്തിൽ ആശങ്കയൊന്നും വേണ്ട. പിന്നെ പ്രതിപക്ഷം നടത്തുന്ന കാര്യങ്ങളൊക്കെ ഒരു നാടകം ആണെന്നാണ് അവരൊക്കെ പറഞ്ഞു വെക്കുന്നത്. ഇനിയിപ്പോ നിയമസഭാ ഇലക്ഷനൊക്കെ അല്ലേ വരുന്നത്. നാടകം ആരാണ് നടത്തുന്നത് എന്നുള്ള കാര്യം ജനങ്ങളാണ് തീരുമാനിക്കേണ്ടത്. പിന്നെ ഈ സ്ത്രീ സുരക്ഷ പെൻഷനുമായി ബന്ധപ്പെട്ട കാര്യം പറയുകയാണെങ്കിൽ സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച ഒരു സ്വപ്ന പദ്ധതിയാണ്. സർക്കാരാണ് അതിനുള്ള ഫണ്ട് കൊടുക്കേണ്ടത്. സർക്കാരിന്റെ ഫണ്ട് വരാതെ നഗരസഭയ്ക്ക് എടുത്ത് കൊടുക്കാൻ പറ്റുന്ന സ്ഥിതിയല്ല എന്നത് ചെയർപേഴ്സന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാവുന്നുണ്ട്. വൈസ് ചെയർമാന്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാവുന്നത് രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടി പ്രതിപക്ഷം കളിക്കുന്ന നാടകമാണെന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ഏതായാലും ഇത്തരം കാര്യങ്ങളിലൊക്കെ രാഷ്ട്രീയവും രാഷ്ട്രീയ വാഗ്വാദങ്ങളും അല്ല വേണ്ടത്, സത്വര നടപടികളാണ് വേണ്ടത്. എത്രയും പെട്ടെന്ന് എല്ലാവരുടെയും അക്കൗണ്ടുകളിൽ, അർഹരായ ഗുണഭോക്താക്കളുടെ അക്കൗണ്ടിൽ പണമെത്തുമെന്ന് ഒരു ഉറപ്പ് നഗരസഭ സ്ഥിരം സമിതി അധ്യക്ഷ, ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ഖദീജ തോട്ടശ്ശേരി എല്ലാവർക്കും ഉറപ്പ് നൽകുന്നുണ്ട്. ക്യാമറാമാൻ ഷാഹിദ് കക്കൂത്തിനൊപ്പം ജബാർ വേണാട്, ചാനൽ 10, പെരിന്തൽമണ്ണ. UGS ഗോൾഡ് ലോൺ വാർഷിക പലിശ 4% മാത്രം.